ഹലോ എവ്രിവൺ, അഴുമ മിസ് ആണ്. നമ്മളോട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൂവിന്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അവയുടെ ധർമ്മങ്ങൾ എഴുതാനുമായിട്ട്. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. ഒരു പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗം ഏതാണെന്നുള്ളത് എല്ലാവർക്കും ആൻസർ അറിയാമെന്ന് വിചാരിക്കുന്നു. ജനിപുടം അഥവാ ഗൈനീഷ്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും തമ്മിൽ മാറിപ്പോവാറുണ്ട്. ഗൈനീഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു വിഭാഗവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തോ ആലോചിച്ചാൽ മതി. ഇപ്പൊ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലവറിംഗ് പ്ലാന്റിലും അപ്ലൈ ചെയ്യാം. അപ്പൊ ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണെന്നുള്ളതും കൃത്യമായിട്ട് ആലോചിച്ച് വെക്കാം. ഇതുപോലെ തന്നെ പൂവിന്റെ മറ്റു ഭാഗങ്ങളെ കുറിച്ചും നമ്മളോട് ചോദിക്കാറുണ്ട്. പെറ്റിസെൽ, കൊറോള, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇതുപോലത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ, ഡൗട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വജ്ര ബാച്ചിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാറുണ്ട്. അപ്പൊ അഡ്മിഷൻസ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വിദ്യാരംഭം ഓഫറും ഉണ്ട്. ആർക്കെങ്കിലും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.